അയ്യോ എന്തൊരു വെയില്, എന്റെ പൊന്നെ. നടന്ന് താടി വളർന്നു, അല്ല വാടി തളർന്നു, എന്തെന്നൊക്കെയാണോ എന്ത്. അതെന്താടാ വീടിന്റെ പൊക്കത്തൊരു സാധനം? ഇതെന്താണ് ഏണിയൊക്കെ ഉണ്ടല്ലോ, ഇതെന്താ സാധനം? ഇത് നോക്കി എന്നിട്ട് കാര്യമില്ല. ഫ്രാങ്ക്ലിൻ ബൈ അറിയിക്കണം. ഫ്രാങ്ക്ലിൻ ബൈ എവിടെ എവിടെ എവിടെ? ഇങ്ങനെ ഒരു ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടൂല. ഒരു അർജന്റ് കാര്യം പറയാനോട് ഫ്രാങ്ക്ലിൻ ബൈ. നമ്മുടെ വീടിന്റെ പൊക്കത്ത് ആകാശത്തോട് സ്റ്റെയർ ഉള്ളിലൂടെ കാണാനല്ലോ. എവിടെ പോയി ഫ്രാങ്ക്ലിൻ ബൈ? എന്താ ഷിൻജാനെ വിളിച്ചു കിടന്ന് കൂകണം? നിനക്കൊല്ല പറ്റിയ? എനിക്കൊന്നും പറ്റില്ല, പക്ഷെ എന്റെ കൂടെ വന്നോ ഞാൻ ഒരു കാഴ്ച കാണിച്ചിട്ടാ ഫ്രാങ്ക്ലിൻ ബൈക്ക്. നീ എന്തൊക്കെയാടാ ഷിൻജാനെ ഈ പറയണത്? ശരിക്കൊരു തേങ്ങയും മനസ്സിലാവുന്നില്ല. ഒരു തേങ്ങയും മനസ്സിലാവുള്ളത്. എന്നാ എന്റെ പുറകെ പോവാ, ഞാൻ കാണിച്ചതാ ഫ്രാങ്ക്ലിൻ ബൈക്ക്. പുറകെ വരാ, പക്ഷെ നീ കാര്യം എന്താന്ന് പറയണ ഷിൻജാനെ? ഫ്രാങ്ക്ലിൻ ബൈ അത് കാണാനുള്ളതാണ്. പറഞ്ഞു കഴിഞ്ഞാ അത് എത്രത്തോളം ഡെപ്തിൽ ഫ്രാങ്ക്ലിൻ ബൈക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കാഴ്ച കണ്ടു കഴിഞ്ഞാ എനിക്ക് ഉറപ്പാണ് ഫ്രാങ്ക്ലിൻ ബൈയുടെ രണ്ട് കണ്ണും തള്ളി പുറത്ത് കിടക്കും. കണ്ണു തള്ളി പുറത്ത് കിടക്കുന്ന അതിനും മാത്രം വലിയ എന്ത് സാധനമാണോ ഷിൻജാനെ നീ എനിക്ക് കാണിച്ചു തരാൻ പോണത്? നോക്ക്, നമ്മുടെ വീടിന്റെ പൊക്കത്തോട് നോക്ക്. കൺകുളിർക്കെ കാണാം ഫ്രാങ്ക്ലിൻ ബൈ. എവിടെ എവിടെ നോക്കട്ടെ. എടാ ഷിൻജാനെ ഇത് എന്താണ് ഈ കാണുന്നത്? ഞാൻ പറഞ്ഞില്ലേ ഫ്രാങ്ക്ലിൻ ബൈയുടെ കണ്ണ് തള്ളി പുറത്ത് വീഴുമെന്ന്. കണ്ടോ എന്റെ ഷിൻജാനെ എനിക്ക് തലകറങ്ങണ്ട. അയ്യോ ഇതെന്താ സംഭവം? എടാ എനിക്ക് തോന്നുന്നത് സ്വർഗത്തിലേക്കുള്ള വാതിലാന്ന് തോന്നണോ ഷിൻജാനെ? ആ സ്റ്റെപ്പുകൾ പോയേക്കണണ്ട. ഇത് ഭയങ്കര ഉയരത്തിലേക്കാണ് പോയേക്കണത്. നമുക്കൊന്ന് ഇത് കയറി നോക്കണം ഷിൻജാനെ. നീ വന്നേ. നമ്മുടെ വീടിന്റെ പൊക്കത്തിലേക്ക് കയറാനായിട്ട് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വണ്ടിയുടെ പൊക്കത്തൂടെ അത് നടക്കൂല. ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ആ വേസ്റ്റ് ബാസ്കറ്റ് ഒക്കെ ഇല്ലേ അതിന്റെ പൊക്കത്തോട് ചാടിക്കറ വാട ഷിൻജാനെ പുറകെ എന്നാലും ഇത് ആര് കൊണ്ടൊന്ന് വെച്ച് ഇത്രയും വലിയ സാധനം നമ്മൾ രാവിലെ എണീറ്റപ്പോ കണ്ടില്ലല്ലോടാ ഷിൻജാനെ? ഇത് നല്ല ഉയരത്തിലാണ് പോയേക്കണത്. ഫ്രാങ്ക്ലിൻ ബൈ ഞാനും കണ്ടില്ല ഫ്രാങ്ക്ലിൻ ബൈ. ഞാൻ നടന്നു വന്ന വഴിക്ക് ചുമ്മാ പൊക്കത്തേക്ക് നോക്കിയപ്പോ കണ്ടാണ്. ഫ്രാങ്ക്ലിൻ ബൈ എന്തായിരിക്കും ഫ്രാങ്ക്ലിൻ ബൈ ഇതിന്റെയൊക്കെ പൊക്കത്ത് ഉണ്ടാവണത്? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഷിൻജാനെ. ചിലപ്പോ ഇതിന്റെ പൊക്കത്ത് വല്ല പ്രേതോ ഭൂതോ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിന്റെ പൊക്കത്ത് ഒരുപാട് നിധികളോ വല്ലതും ഉണ്ടാവും, അതും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും കേറി പോവാതെ ഒരു വഴിയുള്ള ഷിൻജാനെ. പക്ഷേ ഷിൻജാനെ ഞാൻ ഓർക്കണതല്ലടാ, ഇത്രയും സ്റ്റെപ്പ് നമ്മൾ കേറണമെങ്കിൽ, അത് നടന്ന് കേറണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും എടുക്കൂടാ പൊക്കത്തെത്താൻ. നമുക്കൊരു ഐഡിയ ചെയ്യണം ഷിൻജാനെ. നമ്മുടെ ബൈക്ക് എങ്ങനെയെങ്കിലും പൊക്കത്തെത്തിക്കണം. പൊക്കത്തെത്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ബൈക്കിൽ കയറാം. നീ എന്റെ പുറകെ ചാടിക്കോ ഷിൻജാനെ. വന്നടാ. എടാ ഷിൻജാനെ ഞാൻ നമ്മുടെ കാറിൽ ഇടിപ്പിച്ചിട്ട് വണ്ടി ഒന്ന് ജമ്പ് ചെയ്യിപ്പിക്കാൻ പോണെ. പിടിച്ചിരുന്നോ? ചാടി ചാടി നമ്മളങ്ങനെ വീണ്ടും പൊക്കത്തിലാണ് ഷിൻജാനെ. ഇനി നമുക്ക് അപ്പുറം സൈഡിലോട്ട് കിടക്കണം. നമ്മൾക്ക് അങ്ങോട്ട് പോവാനായിട്ട് ഇതാ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ ഇപ്പൊ താഴെ രക്ഷപ്പെട്ടു. അവിടെ നമ്മൾ സേഫ് ആയിട്ട് എടുത്തോ ഷിൻജാനെ. ഓക്കെ, നമ്മുടെ സ്റ്റെപ്പിന്റെ താഴെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു കയറ്റം തുടങ്ങാൻ വേണ്ടി പോവാണ് ഷിൻജാനെ. എടാ വലിയ സ്പീഡിൽ നമ്മൾ കേട്ടാണ്ട് നമുക്ക് ഇത്രയും വലിയ കയറ്റം നമ്മുടെ ബൈക്ക് കേറൂല ഷിൻജാനെ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സ്പീഡിലേക്ക് വണ്ടി കേറുന്നൊന്നുമില്ല. വെയിറ്റ് ഇത് എന്താടാ? ഇതൊരു മരത്തടിയാണല്ലോടാ. എടാ ഈ മരത്തടി ഇവിടെ ഉള്ള കാര്യം നമ്മൾ അവിടെ നോക്കിയപ്പോ കണ്ടില്ലടാ ഷിൻജാനെ. ഇതിലൂടെ നമ്മുടെ വണ്ടി എങ്ങനെ പോകാനാടാ? ശരിയാടാ ഷിൻജാനെ, നമുക്ക് ഇവിടെ വഴി എന്തായാലും ബൈക്കിന് പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കാനും തയ്യാറല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ബൈക്ക് താഴേക്ക് ഇറക്കി വെച്ചിട്ട് നടന്ന് കയറണം ഷിൻജാനെ. വാടാ. കേറിയ പോലെ അല്ല, ഇറങ്ങുമ്പോ നല്ല പേടിയാവുന്നുണ്ട്. പിടിച്ചിരുന്നോളാം ഷിൻജാനെ. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ സമാധാനമായി. നമ്മളങ്ങനെ താഴെ എത്തിയിട്ട് സേഫ് ആയിട്ട്. വാടാ നമുക്ക് നടന്ന് കേറാൻ തുടങ്ങാം. കമോൺ വാ വാ. ഇത് നമ്മൾ കേറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടോ? എനിക്ക് തോന്നണത് ഇതിന്റെ പൊക്കത്ത് നേരത്തെ പറഞ്ഞ പോലെ വല്ല പ്രേതവും ഭൂതവും ആണെങ്കിലോ. നീ ഭയപ്പെടാണ്ട് എന്റെ കൂടെ വാട ഷിൻജാനെ. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നീട് വെക്കാം. നീ ആദ്യം നല്ല സേഫ് ആയിട്ട് ഈ മരത്തടി അപ്പുറത്തേക്ക് നമ്മൾ എത്തണം. ഞാൻ ആദ്യം പോവാ. നീ വന്നില്ലേടാ, ഇങ്ങോട്ട് പോണ ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ബൈ ഇതൊക്കെ വേണം. എനിക്ക് കണ്ടിട്ട് പേടിയാവണം. ഈ സ്ഥലത്തൂടെ പോവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല ഫ്രാങ്ക്ലിൻ ബൈ. ഞാൻ താഴെ വീടും ഫ്രാങ്ക്ലിൻ ബൈ. അതൊക്കെ നിനക്ക് ചുമ്മാ തോന്നണാണ് ഷിൻജാനെ. ഞാൻ വന്നാണ്ട് അത് ഇതേപോലെ ബാലൻസ് ചെയ്ത് വാ. നമ്മുടെ അനാവശ്യമായ ഭയവും ടെൻഷനും നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കൊന്ന് പണ്ട് ജോർജ് കുട്ടി പറഞ്ഞിട്ടുണ്ട്. നീ അതുപോലെ പയ്യെ ടെൻഷൻ അടിക്കാണ്ട് വാട ഷിൻജാനെ. ഇങ്ങനെ മനുഷ്യനെ കൊല്ലുന്ന തോന്നണത്. അയ്യോ ഫ്രാങ്ക്ലിൻ ബൈ തലകറങ്ങണേ ചാടി ചാടി രക്ഷപ്പെട്ടു ഫ്രാങ്ക്ലിൻ ബൈ. ഞാനും കേറി. എന്റെ പൊന്നെ, വെൽ ഡൺ മൈ ബോയ്. ഇനി നമ്മൾ കുറച്ചുകൂടി കേറി കഴിഞ്ഞാൽ ആദ്യത്തെ പ്ലാറ്റ്ഫോമിനോട് എത്തും. ഫോളോ മീ മൈ ഷിൻജാൻ. വാ വാ വാ. ഹോയ് ചാടി ചാടി പോവാ നമുക്ക്. ഇത് ഏകദേശം ഒരു 2000 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും. ചാടിപ്പോ. ഓക്കെ നേരെ തന്നെ പോട്ടെ ഷിൻജാനെ. അതുപോലെ തന്നെ നമ്മൾ ഈ കേരള കയറ്റത്തിന്റെ പുറകിലേക്ക് നമ്മൾ നോക്കാനേ പാടില്ല. കാരണം തലകറങ്ങാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം നല്ല ഹൈറ്റാണ് നമ്മൾ കേറി പോണത് മോനെ. പുറകിലോട്ട് പോയിട്ട് മുമ്പോട്ട് ഞാൻ നോക്കൂല ഫ്രാങ്ക്ലിൻ ബൈ. എനിക്ക് തലകറങ്ങണം. ഞാൻ കണ്ണടച്ചാണ് ഫ്രാങ്ക്ലിൻ ബൈ കേറുന്നത്. എടാ
ഷിൻജാനെ കണ്ണടച്ചൊക്കെ കേറി കഴിഞ്ഞാൽ നേരെ താഴത്തോട്ട് പോകും. നീ എന്നെ നോക്കി കേറുവാ. എടാ നീ അവിടെ എത്തിയിട്ടുള്ള ഇത്ര നേരമായിട്ട്. എടാ ഷിൻജാനെ കേറി വാടാ എന്റെ ഒപ്പം. നമുക്ക് ഞാൻ കുറച്ച് സ്റ്റെപ്പ് കൊണ്ടുള്ളു. അത്ര സ്റ്റെപ്പ് കേറി കഴിഞ്ഞാൽ അതെ നമ്മൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിന്റെ അവിടെ എത്തി. പക്ഷെ വെയിറ്റ്, എടാ ഷിൻജാനെ എടാ ഇത് ഓരോ സ്ഥലത്ത് നമ്മൾ എത്തുമ്പോഴും ഓരോരോ ടാസ്ക് ഉണ്ടോ ഷിൻജാനെ. ഇതേ നീ നോക്കിയേ, ഇവിടുന്ന് താഴത്തേക്ക് നമുക്ക് ഗ്യാപ്പാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് അപ്പുറത്തിലൂടെ ചാടണോ ഷിൻജാനെ. താഴെ വീണ നമ്മുടെ കാര്യം തീർന്നടാ. ഞാൻ ചാടി, നീ ഇങ്ങോട്ട് ചാടിക്കോ ഷിൻജാനെ. നീ അയ്യോ താഴത്തേക്ക് നോക്കിയിട്ട് എന്റെ തല ഇറങ്ങണ നോക്കിയാ. നമുക്ക് ആദ്യം ബാക്കിലോട്ട് നീങ്ങിയിട്ട് ഓടി വന്ന് ചാടാൻ നേരത്തെ അതായിരിക്കും ബെസ്റ്റ്. 3, 2, 1 രക്ഷപ്പെട്ടു ഫ്രാങ്ക്ലിൻ ബൈ. ഞാനും എത്തി ഫ്രാങ്ക്ലിൻ ബൈ. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ കണ്ടസ്റ്റന്റ്, നിങ്ങളാണ് ഞങ്ങളുടെ 8ാമത്തെ കണ്ടസ്റ്റന്റ്. ഇതേതവരാണിത്? എന്ത് കണ്ടസ്റ്റന്റ്? 8ാമത്തെ? നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? അല്ല ബൈ ദ വേ നിങ്ങൾ ആരാണ്? ഞങ്ങളാണ് ഈ ഗെയിമിന്റെ ഓൾ ഇൻ ഓൾ. ഞങ്ങളാണ് ഈ സംഭവം എല്ലാം ഫുൾ ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ ബോസിന്റെയും എന്റർടൈൻമെന്റിന്റെ ഭാഗമാണ് ഈ കാണുന്ന ഗെയിംസ് എല്ലാം. എന്താണ് നിങ്ങൾ പറഞ്ഞ ഗെയിംസ്? ഇപ്പൊ ഇത് ഗെയിമാണോ ഷിൻജാനെ? എന്താണ് ഇത്? അതെ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ഇത് നിങ്ങൾ 8ാമത്തെ ആൾക്കാരാണ്. ഇതിനു മുന്നേ 7 പേർ വന്നവരും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ മരണപ്പെട്ടിരുന്നു. ഇതെല്ലാം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗെയിമുകളാണ്. പക്ഷേ ഇത് ജയിച്ച് നിങ്ങൾ പൊക്കത്ത് ചെല്ലുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന സർപ്രൈസ് അത് ഞങ്ങൾ പറഞ്ഞറിയിക്കുന്നില്ല. നിങ്ങൾ തന്നെ ജീവനോടെ ഉണ്ടെങ്കിൽ പൊക്കത്ത് ചെന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണത്. അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഇപ്പോൾ പറയണം. എന്തായാലും ഞങ്ങൾ ഇത്ര ദൂരം വന്ന് ഇനിയിപ്പോ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യം. പൊക്കത്ത് ഞങ്ങൾക്ക് കാണണം എന്താ ഉള്ളത്. വെരി ഗുഡ്, അതാണ് സ്പിരിറ്റ്. എന്നാ പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഗെയിമിലേക്ക് കടന്നു. നമ്മളൊരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തേക്കാണ്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചിന്തിക്കാനില്ല. നീ വന്ന എന്റെ കൂടെ. നമുക്ക് ആദ്യം ഈ സ്റ്റെപ്പ് കയറാനായിട്ടാണ് അവർ ഈ വണ്ടി വെച്ചേക്കണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇതിലൊരു വണ്ടി നമ്മളിപ്പോ തന്നെ സെലക്ട് ചെയ്യണം. നമ്മൾ നല്ല കറക്റ്റ് ആയിട്ടുള്ള വണ്ടി തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് പണിയിട്ടുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് കാണുന്ന സ്കൂട്ടർ നമുക്ക് ഒട്ടും വേണ്ട. അത് സ്റ്റെപ്പ് കയറാനായിട്ട് ഒന്നിനും കൊള്ളൂല. രണ്ടാമത്തെ ബൈക്കും വലിയ കുഴപ്പമില്ല, എന്നാലും വേണ്ട. ബട്ട് തേർഡ് വൺ, ഈ വണ്ടിയാണ് നമ്മുടെ ബെസ്റ്റ് വണ്ടി. ഷിൻജാനെ മോനെ ഒന്ന് വണ്ടി കയറിക്കോ. ഞാൻ ബൈക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ആൻഡ് പിടിച്ച് നിന്നുള്ളത് ഇനിയാണ് നമ്മുടെ മെയിൻ ഗെയിം കളി തുടങ്ങാൻ വേണ്ടി പോണത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സാധനം കറക്റ്റ് ആയിട്ട് ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ മാറുന്ന ടൈമിൽ നമ്മൾ പൊക്കത്തോട്ട് കയറാൻ വേണ്ടി ട്രൈ ചെയ്യണം. ആ സാധനമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നോണ്ടിരിക്കുകയാണ്. അതാ മാറുന്ന ഒരു ടൈം ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം, നമുക്ക് ഒന്നും കൂടെ വെയിറ്റ് ചെയ്യാം. അടുത്തതിൽ നമ്മൾ എന്തായാലും കയറണം. അതൊന്നും നോക്കിയിട്ട് ഇനി കാര്യമുള്ള ഷിൻജാൻ. ഇത് മാറുമ്പോ കയറണം. നമ്മൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്ത് കയറി. ഓ രക്ഷപ്പെട്ട് നമ്മൾ കയറി. അതും വഴി നമ്മുടെ വണ്ടി കൊണ്ടില്ല. ഓ മൈ ഗോഡ്, ഇതിന്റെ സ്റ്റീപ്പാണ് ഇത്. ഇതെന്തൊരു കുത്തനെയുള്ള കയറ്റം നോക്കിയ ഷിൻജാൻ. ഇത് സത്യം പറഞ്ഞ ഷിൻജാനെ ഈ സ്ഥലത്തൂടെയൊക്കെ വണ്ടി ഓടിക്കണം കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ അഭിമാനം തോന്നുന്നുണ്ടോ ഷിൻജാനെ? ആഹാ കേറി പോട്ടെ വണ്ടി. ഈ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ വേറെ ഏതെങ്കിലും ആ താഴെയിരിക്കണ വണ്ടി ആയിരുന്നെങ്കിലും ഇപ്പൊ നമ്മൾ മറിഞ്ഞ് താഴെ പോയാനാടാ ഷിൻജാനെ. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേജ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ പ്ലാറ്റ്ഫോമിന്റെ ഹൈറ്റും കൂടി. നമ്മള് വെയിറ്റ് ഇനി നമുക്ക് മുമ്പോട്ട് ഈ ബൈക്കിൽ പോകാൻ പറ്റില്ലല്ലോടാ. പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഇത് വളരെ അപകടം പിടിച്ചാണ് ഫ്രാങ്ക്ലിൻ ബൈ. ഈ മരത്തടി നോക്കിയ ഫ്രാങ്ക്ലിൻ ബൈ. നമ്മളിനി ഇതുവഴി നടന്നാണ് ഫ്രാങ്ക്ലിൻ ബൈ പോകേണ്ടത് ഇത്രയും ദൂരം. ആയിരിക്കോട്ടെ ഷിൻജാനെ, എനിക്കും തോന്നണം അത് തന്നെയാണ്. നീ ഇറങ്ങിക്ക വണ്ടിന്ന്. നീ അവിടെ തന്നെ ഇരിക്കില്ലേ? നമ്മൾ ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തതാണ്. നമുക്ക് ഇനി ഇതിന്ന് പിന്മാറാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പോണ വഴി ഒരു ബോളൊക്കെ ഇരിപ്പിടല്ലോടാ എന്റെ നടുക്ക്. പക്ഷെ എന്റെ കോൺഫിഡൻസ് അത്രക്ക് ഹൈ ആടാ ഷിൻജാനെ. ഞാൻ എന്താ നല്ല ബാലൻസ് ചെയ്ത് അങ്ങോട്ട് കടക്കാൻ വേണ്ടി പോവാണ്. ആദ്യം ഞാൻ പോകാം, നീ എന്റെ പുറകെ വന്നെ കേട്ടോ ഷിൻജാനെ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, സൂക്ഷിച്ച് നമ്മൾ ഏകദേശം ഇതിന്റെ പകുതി ഭാഗം പോലും എത്താറായിട്ടില്ല. പക്ഷെ ഇതിന്റെ താഴേക്ക് കണ്ടിട്ട് എന്റെ പൊന്നെ തല ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. ഈ ബോൾ എന്താ ചെയ്യും ഇതിന്റെ ഫ്രണ്ടില്? എന്താ ചെയ്യേണ്ടെന്നറിയില്ല. പക്ഷെ നമുക്ക് മുമ്പോട്ട് ചെന്ന് നോക്കാം. നമുക്ക് പയ്യെ ചെന്ന് വെയിറ്റ് ബോൾ താഴത്തേക്ക് പോകുന്നു. ഓ മൈ ഗോഡ്, ആ ബോൾ പോണു. ഓക്കെ, നമ്മൾ താഴെ പോയ ആ ബോള് പോണ പോലെ നമ്മൾ പോകും. നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചോ? നമ്മൾ ആദ്യം നടന്നു വന്ന ഈ വഴി 2 മരത്തടി ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള ദൂരം ഫുള്ള് നമ്മൾ ഒറ്റ മരത്തടിയുള്ളു. എന്റെ ദൈവമേ, ഞാൻ പയ്യെ നടക്കട്ടെ. അധികം കുലുങ്ങിയൊക്കെ നടന്നു കഴിഞ്ഞാൽ ബാലൻസ് പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ ഏകദേശം അതിന്റെ
നടുക്കെത്തി. പകുതി വഴിയായതിനു ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് എനിക്ക് നല്ല രീതിക്ക് തലയിട്ടുണ്ട്. മിക്കവാറും ഞാനിപ്പോ താഴെ വീഴുമെന്ന് തോന്നണത്. വേണ്ട, പക്ഷേ നമ്മൾ ബാലൻസ് ചെയ്യണം. നമ്മൾ പതുക്കെ പതുക്കെ മെല്ലെ നടക്കണം. എന്റെ പൊന്നെ, നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും കടക്കും ഈ സ്ഥലം, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് എന്റെ ഷിൻജാന്റെ കാര്യം കൊടുത്തിട്ട് അവൻ ഈ വഴിയൊക്കെ നടന്നു വരും എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. ഇനി നമ്മൾ ഒട്ടും നോക്കണ്ട, കുറച്ചുകൂടി സ്പീഡിൽ നടക്കാം. കാരണം എന്താ, ഫ്രണ്ടിൽ ഒരു ലാഡർ കാണുന്നുണ്ട്. ഏണി പിടിച്ച് കേറാ. യെസ്, ഞാൻ കേറി. ഏണി പിടിച്ച് കേറി 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 ഇനി എവിടേക്കോ നമ്മൾ എത്തണുണ്ട്. അതിന്റെ പൊക്കത്തും സെയിം അതുപോലെ എന്റെ പ്ലാറ്റ്ഫോം ആണ് ഉള്ളത്. ഓ, ഇവിടുത്തെ താഴത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ ലോസ് ആന്റോസ് മുഴുവൻ എനിക്ക് കാണാം. ഞാൻ അങ്ങനെ സേഫ് ആയിട്ട് എത്തി. ഷിൻജാൻ ഇനി എത്ര ഞാനെത്തി. എടാ ഷിൻജാനെ നീ എവിടെ? എന്റെ പൊന്നെ ഫ്രാങ്ക്ലിൻ ബൈ അവിടെ കേറി കേട്ട കണ്ട. ഇതൊക്കെ ഇനി ഞാൻ എങ്ങനെ കിടക്കാനാണ്? നമുക്ക് കിട്ടിയത് തിരിച്ചു പോയാലോന്നാ ഞാനിങ്ങനെ ആലോചിക്കണത്. എന്റെ പൊന്നെ, പക്ഷെ ഫ്രാങ്ക്ലിൻ ബൈ തന്നെ കോൺഫിഡൻസ് ഉണ്ടല്ലോ. പയ്യെ നമുക്കും ബാലൻസ് ചെയ്ത് കേറി നോക്കാം. എനിക്ക് തോന്നുന്നില്ല ഞാനിത് ക്ലിയർ ചെയ്യുന്നു. അയ്യോ, പതുക്കെ നമുക്ക് മുമ്പോട്ട് നടന്നു നോക്കാം. ഇതിന്നൊക്കെ താഴെ വീട് കഴിഞ്ഞ പൊടി പോലും കിട്ടൂല കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. ISS സ്പേസ് ഷിൻജാൻ അടിച്ചാൽ മതി എല്ലാവരും. ദൈവം ഇതെല്ലാവരും പ്രവർത്തിക്കുകയും ഞാൻ കേറി വരുവാണ്. ദൈവമേ, പയ്യെ മുമ്പോട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് ഫ്രാങ്ക്ലിൻ ബൈ പിടിച്ച പോലെ ശരീരം പിടിച്ച് കാലുകൾ മുമ്പോട്ട് വെച്ച് ചലിച്ചു തുടങ്ങാം. അയ്യോ, ഇവിടെ നിന്ന് താഴെ വീഴുമ്പോ എന്നെ രക്ഷിക്കാനായിട്ട് വല്ല സ്പൈഡർമാനാ ബാറ്റ്മാനാ ചിലപ്പോ സൂപ്പർമാനെങ്കിലും വന്നാ മതിയായിരുന്നു. അയ്യോ, ഇവിടം വരെ രണ്ട് മരത്തടിയുണ്ട്, അപ്പുറത്തോട്ട് ഒരു മരത്തടി ഉള്ളല്ലോ. ഇതൊക്കെ ചതിക്കണല്ലേ ഇവര്. ഒരു കാരണവശാലും നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ ഈ മരത്തടിയിൽ കേറുമ്പോഴായിരിക്കണം നമ്മൾ കൂടുതൽ ബാലൻസ് വേണ്ടത്. അയ്യോ, നമ്മൾ ഏകദേശം ഇതിന്റെ നടുക്കെത്തി. അയ്യോ, ഇവിടെ ഇനി സൈഡിലോട്ടൊന്നും നോക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് വിറക്കണുണ്ട്. അയ്യോ, മറിയല്ലേ സ്ട്രെയിറ്റ് ആയിട്ട് ഡീപ് ബ്രെത്ത് എടുക്കട്ടെ. അയ്യോ, ലോസ് ആന്റോസ് മുഴുവൻ കാണല്ലോ. ദൈവമേ, ഓൾമോസ്റ്റ് പകുതിയായി. ഇനി കുറച്ചുകൂടിയുള്ള കുറച്ച് സ്പീഡിൽ നടക്കാം. ഇനി ഞാൻ ഒരിക്കലും താഴത്തേക്ക് നോക്കണം. കണ്ണടച്ച് മുമ്പോട്ട് പോവാനും പറ്റൂല. കണ്ണെങ്ങാനും അടച്ചു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുമ്പിലേക്ക് വെക്കണ കാല് വഴുതി ഞാൻ താഴെ പോകുന്നുള്ള കാര്യം ഡൗട്ടൊന്നും വേണ്ട. അയ്യോ, ഫ്രാങ്ക്ലിൻ ബൈ അവിടെ നിന്ന് കയ്യും കാലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങോട്ട് എത്തട്ടെ ഫ്രാങ്ക്ലിൻ ബൈ, എന്നിട്ട് കയ്യും കാലും കാണിക്കാം. ഇല്ലെങ്കിൽ ഷിൻജാൻ 10 വയസ്സ് ഓർമ്മയാകും ഫ്രാങ്ക്ലിൻ ബൈ. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി. ഏടിയുടെ അടുത്ത് എത്തി. ഞാനത് വേഗം ചാടി പിടിക്കട്ടെ. യെസ്, ഞാൻ ഏടിയിൽ കയറി പിടിച്ച് രക്ഷപ്പെട്ട്. ഏണിന്ന് ഞാൻ ചത്താലും കൈവിടൂല. ഏണിയിൽ കയറാനായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. വലിഞ്ഞു കയറണം നന്നായിട്ട്. ഫ്രാങ്ക്ലിൻ ബൈന്റെ പുറത്തെപ്പെട്ട ഒരു കയ്യെങ്കിലും തന്ന് സഹായിക്കണേ ഫ്രാങ്ക്ലിൻ ബൈ. അവിടെ നിന്ന് നോക്കണുണ്ടോ ഫ്രാങ്ക്ലിൻ ബൈ? ഞാൻ നെക്സ്റ്റ് റൗണ്ട് ക്ലിയർ ചെയ്തു ഫ്രാങ്ക്ലിൻ ബൈ. ഷിൻജാനെ മോനെ, നീ ക്ലിയർ ചെയ്തടാ. നീ സക്സസ് ആയിട്ട് തിരിച്ചു വന്ന് രക്ഷപ്പെട്ട ഷിൻജാനെ. ഞാൻ ഒരിക്കലും ഓർത്തില്ലടാ നിനക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ഷിൻജാനെ. ഇനി നമ്മൾ ഇവിടുന്ന് തേടാ ഈ സ്ഥലം ജമ്പ് ചെയ്ത് അപ്പുറത്ത് കിടക്കണം. നീ നേരത്തെ അവിടെ ചാടി ഓർമ്മയില്ലേ? അതേപോലെ നല്ല വലിഞ്ഞാടിയാ മതി. ഇങ്ങനെ ചാടി പാടാ ഷിൻജാനെ ഇങ്ങോട്ട്. ഇത്ര നേരം വന്ന് നോക്കുമ്പോ ഇതൊക്കെ സിമ്പിൾ. എന്റെ കോൺഫിഡൻസ് കൂടിയോ? ചാടി വരുന്നു ഫ്രാങ്ക്ലിൻ ബൈ. അല്ല പിന്നെ, ഇതൊക്കെ സിമ്പിൾ ആണ് ഫ്രാങ്ക്ലിൻ ബൈ. ഇപ്പൊ ഞാൻ ആകെ ചാർജ് ആയിട്ട് നിൽക്കണ ഫ്രാങ്ക്ലിൻ ബൈ. വാ അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം ഫ്രാങ്ക്ലിൻ ബൈ. ഓ, ഷിൻജാൻ ഇപ്പൊ ഫുൾ കോൺഫിഡൻസ് ആയി. എന്റെ പൊന്നെ, ഇവന്റെ കോൺഫിഡൻസ് കണ്ടിട്ട് എനിക്ക് തന്നെ കയറാൻ തോന്നുന്നു. ഫ്രാങ്ക്ലിൻ ബൈ, ഇവിടെ കുറച്ച് ബോളുകളൊക്കെ ഉണ്ട്. ഈ ഒരു ബോൾ ഞാൻ ഇടിച്ചിട്ട് എല്ലാ ബോളുകളും മാറി നമ്മൾ ഇടിച്ചിടാം ഫ്രാങ്ക്ലിൻ ബൈ. വാ ഇതൊക്കെ കാണാം ഫ്രാങ്ക്ലിൻ ബൈ. ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മൾ ഇതും ക്ലിയർ ചെയ്ത്. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു 3 വണ്ടിയിൽ നിന്ന് ഒരു വണ്ടി സെലക്ട് ചെയ്യണം. ഈ സൈക്കിള് നമുക്ക് എന്തായാലും കയറാൻ പറ്റില്ല. ഈ കാണുന്ന സ്റ്റെപ്പിന്റെ ഹൈറ്റ് നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ അറ്റം കാണാനും കൂടി പറ്റില്ല. സോ നമ്മൾക്കത് പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഈ ബൈക്ക് അല്ലെങ്കിൽ ഈ ബൈക്ക്. അതിൽ എനിക്ക് തോന്നുന്നത് ഈ ബൈക്കാണ് കുറച്ച് നല്ലതെന്ന്. കാരണം കുറച്ച് ഒതുങ്ങിയതാണ് ഇത് മറ്റേതിനെക്കാട്ടും. കുറച്ച് ഷേപ്പ് വ്യത്യാസം ഉള്ളത് കൊണ്ട് സ്റ്റെപ്പിൽ സുഖമായിട്ട് അത് കയറി പോകും. നമുക്കപ്പൊ അത് തന്നെ സെലക്ട് ചെയ്യാം. കമോൺട്രാ, വന്ന് കേറ്. ഫ്രാങ്ക്ലിൻ ബൈ, ഇത്ര നേരം ഫ്രാങ്ക്ലിൻ ബൈ അല്ല വണ്ടി ഓടിച്ചത്. ഇനി ഞാൻ ഓടിക്കാം. ഫ്രാങ്ക്ലിൻ ബൈ ബാക്കി ഇരിക്കും. ഇത് 4 വീലുള്ള വണ്ടിയല്ലേ, എനിക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്ത് ഓടിക്കാൻ പറ്റും ഫ്രാങ്ക്ലിൻ ബൈ. എടാ, നിന്റെ കോൺഫിഡൻസ് ഇത്ര ഓവർ ആവണെന്ന് തോന്നണ ഷിൻജാനെ. വേണോടാ അത് വേണം ഫ്രാങ്ക്ലിൻ ബൈ. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് പറ്റും ഫ്രാങ്ക്ലിൻ ബൈ. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ, നീ വണ്ടി എടുക്കുന്ന വാ, പോകാം നമുക്ക്. ഫ്രാങ്ക്ലിൻ ബൈ, പിടിച്ചിരുന്ന നന്നായിട്ട്. ഞാൻ പറപ്പിച്ചാണ് വണ്ടി കേറ്റാൻ വേണ്ടി പോണത്. എടാ, നീ എന്നെ നോക്കണ ഷിൻജാനെ. ഞാൻ നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കണത്. നീ നല്ല സേഫ് ആയിട്ട് ഓടിച്ച് കേട്ടണം കേട്ടോ. ഒന്ന് മുറുക്കി പിടിച്ചിരുന്നോ, അതെ വണ്ടി ചാടിച്ചോ. കേറുന്നില്ല. കേറി. ഇനി ആക്സിലേറ്റർ തരി പോലും ഞാൻ കുറക്കില്ല ഫ്രാങ്ക്ലിൻ ബൈ. വണ്ടി ചെറുതായിട്ട് സ്റ്റക്ക് ആയി തോന്നുന്നു ഫ്രാങ്ക്ലിൻ ബൈ. അയ്യോ, എന്താ ഷിൻജാൻ പറ്റിയത്? എടാ, ഞാൻ ഓടിക്കണം വണ്ടി. ഫ്രാങ്ക്ലിൻ ബൈ, നേരത്തെ അബദ്ധം പറ്റിപ്പോയത്. അത് ഇനി കണ്ട വണ്ടി ഞാൻ ചാടിച്ച് കേറ്റാൻ പോണ ഫ്രാങ്ക്ലിൻ ബൈ.
എടാ ഷിൻജാനെ, ഒരു കാരണവശാലും ആക്സിലേറ്ററിൽ നീ കൈ വിടരുത്. വണ്ടി തിരിച്ച് തന്നെ ഫുള്ള് പിടിച്ചോളണം, ഇല്ലെങ്കിൽ വണ്ടി ഇറങ്ങി ഇറങ്ങി പോരും കേട്ടോ. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ധൈര്യമായിട്ട് ബാക്കിൽ പിടിച്ചിരുന്നോ കേട്ടോ. ഞാൻ പറപ്പിച്ച പോണത്. വണ്ടി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കണേ. ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ് ഒന്ന് നോക്കിയ ഫ്രാങ്ക്ലിൻ ബോയ്. ഫ്രാങ്ക്ലിൻ ബോയ്ക്ക് നോക്കാൻ പറ്റില്ല, അങ്ങോട്ട് തിരിച്ചിരിക്കണല്ലേ. ഇതാ ഹൈറ്റ് എനിക്കൊന്നും കാണാൻ പോലും പറ്റുന്നതാ. വണ്ടി നമ്മുടെ പിന്നെ സ്റ്റക്ക് ആയിട്ടുണ്ട്. ഒരു കാരണവശാലും നീ ആക്സിലേറ്റർ കുറക്കരുത്, തിരിച്ചെന്നെ പിടിച്ചോളാം. എന്താ വണ്ടി കേറി സുഖമായിട്ട് പോട്ടെ. എന്റെ പൊന്നെ, വണ്ടി നല്ല ജമ്പിങ് ഉണ്ടോ. നീ ഓടിച്ചത് എനിക്ക് തോന്നുന്നത് പ്രശ്നമായോടെ ഷിൻജാനെ. പിന്നെ സ്റ്റക്ക് ആയല്ലോടാ വണ്ടി. ഫ്രാങ്ക്ലിൻ ബോയ് സ്റ്റെപ്പല്ലേ, അപ്പൊ വണ്ടിയിലെ സ്റ്റക്ക് ആവും. പേടിക്കണ്ട, ഇനി ഒന്നും സംഭവിക്കില്ല. അത് ചെറുതായിട്ട് പുറകോട്ട് പോകുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ കൈയോടെ പിടിച്ച് കേറ്റിക്കോളാം ഫ്രാങ്ക്ലിൻ ബോയ്. ഇതേ വണ്ടി കേറട്ടെ, നന്നായിട്ട് തിരിച്ചെന്നെ പിടിക്കണത്. ഇപ്പൊ കേറ് ഫ്രാങ്ക്ലിൻ ബോയ്, ഡോണ്ട് വറി. ഇനി നീ ഒന്നും നോക്കട്ടെ ഷിൻജാനെ, ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആണ് വഴികള്. ഒന്നും നോക്കാതെ ചവിട്ടി വിട്ടോ നീ, അല്ല തിരിച്ചു വിട്ടോ നീ. ആ സ്റ്റെപ്പിന്റെ അറ്റം നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഷിൻജാനെ? എനിക്കൊന്നും കാണാൻ പറ്റില്ല, ഒന്നും വ്യക്തമല്ല. നല്ല ഹൈറ്റിലാണ് എന്താണെങ്കിലും സാധനം ഇരിക്കുന്നത്. നമ്മളിപ്പോ ഏകദേശം ഇതിന്റെ ഹാഫ് ആവാറായി. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ പൊക്കത്ത് കയറി കഴിഞ്ഞിട്ട് അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ പെട്ടുപോകണ ഷിൻജാനെ. അയാള് നമ്മളെ പറ്റിക്കണായിരിക്കോടാ. ഇങ്ങനെയൊക്കെ പറയുന്നുള്ള കോൺഫിഡൻസ് ചോർന്നു പോകും. ഒന്നും മിണ്ടാണ്ടിരിക്കും, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വണ്ടി ഓടിക്കട്ടെ. നമ്മളിപ്പോ അത് ഏകദേശം ആകാശത്തിന്റെ അടുത്ത് എത്താറായി. ക്ലൗഡ്സിന്റെ ഒക്കെ അടുത്താണ് ഫ്രാങ്ക്ലിൻ ബോയ് നമ്മളിപ്പോ ഉള്ളത്. എനിക്ക് എന്തൊക്കെയോ കാണാൻ പൊക്കത്ത്, എന്തൊക്കെയോ സാധനങ്ങളൊന്ന് കറങ്ങുന്നുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഓ മൈ ഗോഡ് ഫ്രാങ്ക്ലിൻ ബോയ് ഇതേ നോക്കി. പ്ലെയിൻ ഒക്കെ പോണ ഹൈറ്റ് ആണ് ഫ്രാങ്ക്ലിൻ ബോയ്. ആ സാധനങ്ങൾ നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, ഇത് സീനാണ് ഫ്രാങ്ക്ലിൻ ബോയ്. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. എന്തൊക്കെയോ സാധനം എന്താ പൊക്കത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പൊ അയാള് പറഞ്ഞത് ശരിയാന്നോന്നു ഷിൻജാനെ. ഈ സ്ഥലത്ത് കുറെ പേര് പോയിട്ടുണ്ട്, അവർക്കൊന്നും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവര് താഴേക്ക് പോയിട്ടുണ്ട്. കാരണം ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നടാ ഇത് ആരും ക്ലിയർ ചെയ്യുന്നു ഷിൻജാനെ. പക്ഷേ ഫ്രാങ്ക്ലിൻ ബോയ് നമ്മളിത് ക്ലിയർ ചെയ്യും, നമ്മളിത് ക്ലിയറും ചെയ്യും. അതിന്റെ പൊക്കത്തുള്ള സർപ്രൈസ് എല്ലാം നമ്മൾ തന്നെ എടുക്കുകയും ചെയ്യും ഫ്രാങ്ക്ലിൻ ബോയ്. നമ്മളിത് ആ പൊക്കത്ത് എത്തി ഫ്രാങ്ക്ലിൻ ബോയ്, ഓൾമോസ്റ്റ് എത്തിയതേ. ഞാനിഞ്ഞ് വണ്ടി ചാടിച്ച് കയറ്റാൻ വേണ്ടി പോണാണ്. ചെറുതായിട്ട് ചാട് ഫ്രാങ്ക്ലിൻ പിടിച്ചിരുന്നു. നമ്മൾ അങ്ങനെ അടുത്ത ലെവലും ക്ലിയർ ചെയ്തു ഫ്രാങ്ക്ലിൻ ബോയ്. എങ്ങനെയുണ്ടായിരുന്നു ഫ്രാങ്ക്ലിൻ ബോയ്, എന്റെ റൈഡ് ഇഷ്ടപ്പെട്ടായിരുന്നു? എടാ ഷിൻജാനെ, നീ നല്ല സൂപ്പർ ആയിട്ട് വണ്ടി ഓടിച്ചടാ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നീ ഇപ്പൊ കുറച്ച് നേരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് ഇവിടെ 2 ബൈക്ക് ഉണ്ട്. പക്ഷെ നമ്മളുടെ ഭാഗ്യം ഈ വണ്ടി തന്നെയാടാ. നീ വന്ന് കേറ്, നമുക്ക് ഇവിടെ നിന്ന് നൊത്തി അടുത്ത ലെവലിലേക്ക് പോവാടാ ഷിൻജാനെ. അപ്പടാ ഷിൻജാനെ, നമ്മൾ ഇത്രയും ലെവലെത്തി. ഇനി ഈ ലെവലിൽ കുറച്ച് ബോളുകൾ മാത്രമുള്ള തോന്നുന്നു. നേരത്തെ പോലത്തെ റിസ്ക് ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ലടാ. ഇതെന്താണ് ഈ കിടന്ന് കറങ്ങണത്? ഇതിനകത്തൂടെയാണോ നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പോകേണ്ടത്? ഓ ഫ്രാങ്ക്ലിൻ ബോയ്, ഇത് എത്ര ടഫാണ് ഫ്രാങ്ക്ലിൻ ബോയ്. ഇത് നോക്കി എടുക്കണോട്ടോ. ബോള് പോണ്ട്. ഓ ഗോഡ്, ദാ ബോള് നമ്മുടെ നേരെയല്ല ഫ്രാങ്ക്ലിൻ ബോയ് വന്നത്. ഓ എടാ, ഞാൻ ഹെൽമെറ്റ് വെച്ചേക്കാടാ ഷിൻജാനെ. എനിക്ക് തോന്നണത് നമ്മൾ നോക്കി എടുത്തില്ലെങ്കിൽ ആ ബോള് പോയതുപോലെ നമ്മളെ ഇത് അടിച്ച് തെറിപ്പിച്ച് കളയോടാ ഷിൻജാനെ. അതുകൊണ്ട് നമ്മൾ നോക്കി ശ്രദ്ധിച്ച് കറക്റ്റ് ആ ഗ്യാപ്പ് വരുന്ന സമയത്ത് ഇതേപോലെ എടുക്കണോടാ ഷിൻജാനെ. യെസ്, നമ്മൾ അത് ക്ലിയർ ചെയ്തടാ. ഇനി അടുത്തയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ 2 ബോളുണ്ട്. ഒരു ബോൾ നമുക്ക് ഇടിച്ച് കളയാം. ഓക്കെ, മറ്റേ ബോളും വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് ഇടിച്ച് തെറിപ്പിച്ചേക്കാം. അവിടെ പോളെ. ഓക്കെ, അതും കഴിഞ്ഞ്. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഫാൻ പോലെയല്ല ഈ ഫാൻ. ഈ ഫാനിൽ ഇതാ ലീഫുകൾ വേറെ കുറെ ഉണ്ട്. അപ്പൊ ഇതിനകത്തോടി നമ്മൾ മറ്റേതിന് പോയെങ്കിലും നല്ലോണം കെയർഫുൾ ആയിട്ട് പോയില്ലെങ്കിൽ കൺഫേം ആയിട്ട് നമ്മൾ ഇതിനെ അടിച്ച് തെറിപ്പിച്ചിരിക്കൂടെ ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ബോയ് ശ്രദ്ധിച്ചു പോണോട്ടാ. ഇതിനെങ്ങാണ്ട് അടിച്ച് തെറിപ്പിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പൊടി പോലും കിട്ടൂല ഫ്രാങ്ക്ലിൻ ബോയ്. നീ പേടിക്കണ്ട ഷിൻജാനെ, ഞാനല്ലേ വണ്ടി പിടിക്കണത്. നീ ശ്രദ്ധിച്ചേക്ക്. ഞാനൊന്ന് നോക്കട്ടെ. ആദ്യം ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ടൈമിങ്ങും കാൽക്കുലേഷനും സമാസമം ചാലിച്ച് ഹെൽമെറ്റ് ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ശരിക്കും ഫോക്കസ് ചെയ്തിട്ട് വേണോടാ നമ്മൾ ഇതിനകത്തൂടെ പാസ് ചെയ്യാനായിട്ട്. ഫ്രാങ്ക്ലിൻ ബോയ്, അതും അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പാസ്സായി ഫ്രാങ്ക്ലിൻ ബോയ്. ഇനി അടുത്തത് ഇതിലും കൂടുതലുണ്ട് ഫ്രാങ്ക്ലിൻ ബോയ്. എനിക്ക് തോന്നുന്നുള്ള ഫ്രാങ്ക്ലിൻ ബോയ് ഇത് നമ്മൾ അപ്പുറത്തേക്ക് എത്തുന്നു. മിണ്ടല്ലോടാ ഷിൻജാനെ, ഞാനൊന്ന് നോക്കട്ടെ. ഓ മാൻ, നമ്മൾ ആക്സിഡന്റ് ആയി. ഫ്രാങ്ക്ലിൻ ബോയ്, നമ്മൾ എന്ത് ചെയ്യും ഫ്രാങ്ക്ലിൻ ബോയ്? നീ പാനിക് ആവില്ല, നമുക്ക് വണ്ടി കയറ്റി വെക്കാം. ഓ രക്ഷപ്പെട്ട്. എടാ, നമ്മള് ഭാഗ്യത്തിന് നമ്മൾ അടിച്ച് നമ്മളെ തെറിപ്പിച്ചത് കളഞ്ഞില്ല. ഭാഗ്യം, നമ്മൾ ആ സൈഡിൽ തന്നെ വീണോണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാന് ഇപ്പൊ പറ്റിയ മിസ്റ്റേക്ക് ഇനി നമുക്ക് ഒരിക്കലും പറ്റിക്കൂടാ. ഞാൻ അതുകൊണ്ട് ഇത് നല്ല ക്ലിയർ ആയിട്ട് എടുക്കുള്ളൂ ഷിൻജാനെ. നീ നോക്കിക്കോ. ഓ, അത് പെർഫെക്റ്റ് ആയിരുന്നു ഫ്രാങ്ക്ലിൻ ബോയ്. ഇതേ ഇവിടെ വേറെന്തോ സാധനം കൂടെ ഉണ്ടല്ലോ. ഇനി ഇതിന്റെ ഇടയിൽ കൂടി കറക്റ്റ് ആയിട്ട് പോകണം. വാ വാ
മൈ ഗോഡ്, ഇതിനി എന്താണ് ഷിൻജാനെ സംഭവം? ഫ്രാങ്ക്ലിൻ ബൈ എനിക്ക് തോന്നണം ഇത് നമ്മുടെ സ്റ്റേജിന്റെ ലാസ്റ്റത്തെ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. നമ്മള് ഇതിലൂടെ നമ്മൾ വണ്ടി ചാടിക്കണമെന്നാണ് ഫ്രാങ്ക്ലിൻ ബൈ. ഇതൊന്നും നമുക്ക് വലിയ പാടുള്ള ഷിൻജാനെ, ഇതൊക്കെ നമുക്ക് നൈസായിട്ട് സ്മൂത്ത് ആയിട്ട് ഇറക്കാൻ പറ്റും. നീ പിടിച്ചെന്നാ മാത്രം മതി ഷിൻജാനെ. ഓ സെറ്റ്, ഈ വഴി നല്ല ഈസി ആയിട്ട് നമ്മൾ എത്തി. ഓക്കെ, ഇനി നമ്മൾ എന്താണ് അടുത്തത് നോക്കട്ടെ. ഇത് നമ്മൾ സൂപ്പർ ആയിട്ട് ക്ലിയർ ചെയ്ത്. ഇതെന്താണ് പച്ച കളർ ബോർഡ് ഇരിക്കുന്നത്? ഇതൊരു സ്പീഡ് റാമ്പാണ് ഷിൻജാനെ. ഈ റാമ്പിൽ കൂടി നമ്മൾ വണ്ടി ഓടിച്ചു വന്ന് ചാടിക്കണം. പിടിച്ചു നിന്നോട്ടാ. ബ്രേക്ക് അപ്ലൈ ചെയ്തോ ഫ്രാങ്ക്ലിൻ ബൈ. ഓ, അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത ഷിൻജാനെ. ഇനി അടുത്തത് എന്താണാവോ? ദാ ഇവിടെ കുറെ ബോളുകളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബോളുകൾ തട്ടി മാറ്റി ഈ വഴികളൊക്കെ പോണം. ഈ ബോൾ പൊട്ടിപ്പോയി. ഓക്കെ, ഇത് അടുത്ത ബോളുണ്ട്, അതിൽ പോയി ഇടിപ്പിക്കാൻ നമുക്ക്. ഓക്കെ, അത് പുറത്തോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടാസ്കുകളും കഴിഞ്ഞെന്ന് തോന്നുന്നു. ഈ ബോൾ പൊട്ടിക്കുക, അത് നമുക്ക് ഇടിച്ച് താഴത്തേക്ക് കളയണം ഷിൻജാനെ. നേരെ എന്നിട്ട് ഒറ്റടിയോ ചെന്ന് പോ ബോൾ അപ്പുറത്തോട്ട്. ഓക്കെ, നെക്സ്റ്റ് ബോൾ ലെഫ്റ്റ് സൈഡിലുണ്ട്, അതുമായിട്ട് പോയിട്ട് നമുക്ക് തട്ടാം. ഇനി ഈ ബോൾ, ഈ ബോൾ പൊട്ടുന്നില്ലടാ, ഇത് നീങ്ങുന്നില്ല. ഒന്നുകൂടി ചെന്ന് നമുക്ക് ഒന്നൊരു പവറിൽ ചെന്ന് ഇടിച്ചു നോക്കാം. പിടിച്ചു ഷിൻജാനെ. ഓക്കെ ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിനകത്ത് കുറെ ബോളുകളുണ്ട്. ആ ബോളിൽ ചില ബോളുകളൊന്നും നീങ്ങില്ല. ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവർ വെച്ചേക്കുക. നമുക്ക് ഈ സൈഡിലൂടെ പോടാ ഷിൻജാനെ. വാ വാ വാ, നമുക്ക് ഈ സൈഡിൽ കൂടെ പോവാ. നേരെ പോയിട്ട് ഇതുമായിട്ട് ഇടിക്കാം. കമോൺ, അത് പൊട്ടി. ഓക്കെ, ഫ്രാങ്ക്ലിൻ ബൈ ബോളുകളൊക്കെ ഇടിക്കുമ്പോ നോക്കി തട്ടി തട്ടി പോയത് ഫ്രാങ്ക്ലിൻ ബൈ. നേരെ ഡയറക്റ്റ് ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ വണ്ടിക്ക് വലുത് പറ്റുന്ന ബോളാണെങ്കിലോ. ഇല്ലടാ ഷിൻജാനെ, ഇതുവരെയുള്ള ബോളുകൾക്ക് ഇനി പ്രശ്നമൊന്നുമില്ല. വേറെ വലിയ ബോൾ ഇനി ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് നേരെ വണ്ടി ഓടിച്ചിട്ട് നേരെ അപ്പുറ സൈഡിലോട്ട് വേഗം പോവാടാ. നോ സീൻ മോനെ. ഇപ്പൊ ഈ ഒരു ബോൾ മാത്രമേ ഉള്ളൂ. ആ 3 കൂടി ഇടിച്ച് തെറിപ്പിച്ച നമ്മള് ഫൈനൽ സ്റ്റേജിൽ എത്തി തോന്നുന്നു ഷിൻജാനെ. വീണ്ടും ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കേറാനായിട്ട് വെയിറ്റ്, നമുക്ക് ഈ സ്റ്റെപ്പ് നമുക്ക് വണ്ടിക്ക് കേറാൻ പറ്റില്ലടാ ഷിൻജാനെ. ഇത്രയും ദൂരമാണ് വണ്ടി പോകുള്ളൂ തോന്നുന്നു. ബാക്കി സ്റ്റെപ്പ് നമ്മൾ ഇനി നടന്നു കയറുന്നു തോന്നുന്നു. ആക്ച്വലി നമ്മൾ ഏറ്റവും അടുത്തെത്തി. നമ്മളിപ്പോ ഇതിന്റെ ഓൾമോസ്റ്റ് നമ്മുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. ഇനി ആകെ കുറച്ച് ദൂരേ ഉള്ളൂ. നമുക്ക് നടന്നു കയറടാ ഷിൻജാനെ. നീ വാ. ഇവിടെ ഒരു ഗണ്ണ് ഇരിപ്പുണ്ടോ ഷിൻജാനെ? ഈ ഗണ്ണ് എന്തിനാണ് അവിടെ വെച്ചേക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ആ ഗണ്ണ് വെച്ചിട്ട് നമ്മൾ ആ സ്റ്റെപ്പിൽ കാണുന്ന എല്ലാ ബോളുകളും നമ്മൾ വെടിവെച്ച് നശിപ്പിക്കണം. എന്നാലാണ് നമുക്ക് ആ സ്റ്റെപ്പ് വഴി ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഓരോ കാരണങ്ങളുണ്ടോ ഷിൻജാനെ. അപ്പൊ നമുക്ക് പോയിട്ട് ആ ഗണ്ണ് വേഗം എടുക്കാം. ഓൾറൈറ്റ്, അപ്പൊ നമ്മൾ ഗണ്ണെടുത്ത് ഇനി നമുക്ക് ടൈമുകളെയല്ല, വേഗം ചെന്നിട്ട് ആ സർപ്രൈസ് എന്താണെന്ന് നമുക്ക് നോക്കണം. ഷിൻജാനെ ഫോളോ മീ. ആദ്യം തന്നെ ഈ ബോൾ നശിപ്പിക്കണം. ഓക്കെ, ഒന്ന് പോയിട്ടുണ്ട്. അടുത്തത് അതിന്റെ പൊക്കത്ത് 2 ഉണ്ട്. അതും നശിപ്പിക്കാം നമുക്ക്. 1 സെക്കൻഡ്. ഓക്കെ, ഒരുമിച്ച് പോയി 2. പൊക്കത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തോ സ്പേസ് ഷിപ്പാന്ന് തോന്നുന്നു. ഷിൻജാൻ ഇതൊന്നും കണ്ടത് പേടിക്കണ്ടോ. പക്ഷെ എന്നാലും അതെന്ത് സാധനം പൊക്കത്തുള്ളത്? കുറെ റൗണ്ട് പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയും വേഗം ചെന്ന് നോക്കാം. എക്സൈറ്റഡ് ആയിട്ട് വയ്യ. വാട ഷിൻജാനെ. ഇതുവരെ ആരും കേറാത്തതിന്റെ അത്ര നമ്മൾ കേറി ഫ്രാങ്ക്ലിൻ ബൈ. ഇത്ര സ്റ്റെപ്സ് കേറി നമ്മൾ ഓൾമോസ്റ്റ് ഫൈനലിലെത്തി ഫ്രാങ്ക്ലിൻ ബൈ. നമുക്ക് ഇതിന്റെ പൊക്കത്തുള്ള സർപ്രൈസ് നമ്മൾക്ക് മാത്രമായിരിക്കും ഫ്രാങ്ക്ലിൻ ബൈ. ഇതൊക്കെ എന്ത് സാധനോടെ ഷിൻജാനെ? എന്തൊക്കെയോ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് പേടിയാവണ്. പേടിക്കണ്ട, പക്ഷെ നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ജയിക്കണല്ലേ. നീ നമ്മുടെ സ്കൈ നോക്കിയടാ. ആഹാ, നമ്മള് ക്ലൗഡ്സിന്റെയും പൊക്കത്താണ് ഷിൻജാനെ ഇപ്പൊ നിൽക്കുന്നത്. ഫൈനൽ ബോൾസ് ഉണ്ട്, 4 ഉണ്ട്. നമ്മള് 3 തകർത്ത് 4 തകർത്ത് മൊത്തം ക്ലിയർ ചെയ്ത് നമ്മള്. ഇനി നമുക്ക് കേറി പോവാനായിട്ട് വെയിറ്റ്. ഇനിയുണ്ട് ഒരു ഏണി. ഓ, ഇത് എവിടെയാണ്? എന്താണ് സ്റ്റാർ? അത്തപ്പൂക്കളം പോലെ ഉണ്ടല്ലോ ഇത് കണ്ടിട്ട് ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ബൈ, ഇത് എന്താണ് ഫ്രാങ്ക്ലിൻ ബൈ? ഇത് എത്തണല്ലേ എന്തോരം നമ്മള് കേറണത്. ഇനിയുണ്ട് ഒരു ലാഡർ. ഇതാന്ന് ഫ്രാങ്ക്ലിൻ ബൈ ലാസ്റ്റ് ലാഡർ. ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചതാ ഫ്രാങ്ക്ലിൻ ബൈ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലാഡറിലെ 3 കൂടി ഉണ്ട്. അല്ലാത്തത് ഒരെണ്ണം നമ്മൾ ഇപ്പൊ പൊട്ടിക്കും. നോക്കിക്കോ. ഓക്കെ, രണ്ടാമത്തത്. ഓക്കെ, അതും പൊട്ടിച്ച്. ഇനി 3ാമത്തത്. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയടാ ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ബൈ എല്ലാത്തിലും ഫ്രാങ്ക്ലിൻ ബൈ ആദ്യം കയറിയത്. ഇതിനകത്ത് ഞാൻ കയറി പോയിട്ട് നോക്കട്ടെ ഫ്രാങ്ക്ലിൻ ബൈ എന്താ സംഭവം. ഏണി വലിഞ്ഞു കയറാൻ ഞാനൊരു പ്രത്യേക കഴിവുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ. എനിക്ക് നോക്കി കേറട്ടെ ഫ്രാങ്ക്ലിൻ ബൈ. എനിക്ക് വയ്യ. ആ കാഴ്ച എന്താണെന്നുള്ള കാഴ്ച എനിക്ക് കാണണം ഫ്രാങ്ക്ലിൻ ബൈ. എനിക്ക് ആദ്യം കാണണം ഫ്രാങ്ക്ലിൻ ബൈ. ഞാൻ എത്താറായി ഓൾമോസ്റ്റ്. എന്തായിരിക്കും ആ സർപ്രൈസ്? നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ഓ മൈ ഗുഡ്നസ്, ഇതെന്താണ് ഞാൻ ഈ കാണുന്നത് ഫ്രാങ്ക്ലിൻ ബൈ? ഇവനെന്താ അവിടെ ചെന്നൊരു പേര് വിളിച്ചെടുക്കണത്? വിളിച്ചു പോകണുണ്ടല്ലോ. എന്തു പറ്റി? വല്ല അപകടം വല്ലതുമാണ് അതിന്റെ പൊക്കത്ത്? ഇവൻ ഇത്ര നേരത്തെ കേറി പോകണ്ടായിരുന്നു. ഞാൻ പോയാ മതിയായിരുന്നു ആദ്യം. പ്ലെയിനൊക്കെ പോണ സൈഡിൽ കൂടി. എടാ ഷിൻജാനെ, എന്താണ് പ്രശ്നം നിന്റെ? ഇപ്പൊ അവൻ മിണ്ടണല്ലേ? അവൻ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാ? നേരത്തെ പറഞ്ഞ പോലെ വല്ല ഭൂതം പ്രേതം വല്ലതും ആണോ ഇതിന്റെ പൊക്കത്തെന്ന് ഞാൻ നോക്കട്ടെ. വെയിറ്റ്. ഓ മൈ ഗോഡ്, എങ്ങനെയുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ? കണ്ണുകളെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഫ്രാങ്ക്ലിൻ ബൈ. എടാ ഷിൻജാനെ, എന്താണ് ഈ കാണുന്നത്?
ഇതെല്ലാം നമുക്കുള്ളതാണോടാ ഷിൻചാനെ? ഇത്രയും ഡയമണ്ട്സും ഗോൾഡും ക്യാഷും, എന്റെ പൊന്നെ, എനിക്കെന്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റണടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ഭായ് എന്നെ പിടിച്ചോ, എന്റെ കിളി പോയി ഫ്രാങ്ക്ലിൻ ഭായ്. ഇതൊക്കെ എത്ര കോടി രൂപയുടെ മുതലായിരിക്കും ഷിൻചാനെ? കോടിയല്ലടാ ഇത് ആയിരക്കണക്കിന് മില്യൺസ് ആൻഡ് മില്യൺസ് ആയിരിക്കും ഇതിന്റെയൊക്കെ വില. നീ അതൊക്കെ കിടന്ന് തിളങ്ങളെ നോക്കിയിട്ട് ഷിൻചാനെ. അത് കൂടാതെ ദേ ഒരു GTR-ഉം പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഹെലികോപ്റ്ററും. ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ എനിക്ക് പേടിയാവണ്ട ഷിൻചാനെ. ഇത്ര സാധനമാണാടാ ഇത് ജയിച്ചവർക്ക് കിട്ടാൻ വേണ്ടി പോണത്. എനിക്ക് വട്ടായെന്ന് തോന്നുന്നു ഷിൻചാനെ ഇതൊക്കെ ഒരുമിച്ച് കണ്ടിട്ട്. ഇതൊക്കെ ഗോൾഡ് തന്നെയാണല്ലോ അല്ലേ? അതെ അതെ, ഇതൊക്കെ ഗോൾഡ് ആണ്. എടാ എന്റെ തലയിലെ കിളികളൊക്കെ എങ്ങോട്ടോ പറന്ന് പോയടാ ഷിൻചാനെ. നീ ഇങ്ങോട്ട് വന്നടാ ഷിൻചാനെ എന്റെ അടുത്തോട്ട്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ, നിങ്ങളാണ് ഈ മത്സരം സക്സസ്ഫുൾ ആയിട്ട് ജയിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വരൂ നിങ്ങൾ. നിങ്ങളാണോ ഈ കോൺടെസ്റ്റ് നടത്തിയത്? നിങ്ങളാണ് ഇതിന്റെ എല്ലാത്തിന്റെ എല്ലാം? പറയൂ. അതെ മിസ്റ്റർ, ഞങ്ങളാണ് ഇതിന്റെ എല്ലാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കൂ, ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ്. ധൈര്യമായിട്ടിരിക്കൂ. ഇത്രയും പേര് പങ്കെടുത്തിട്ട് നിങ്ങളാണ് ഇതിൽ ജയിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയ ഗോൾഡൻ ഹെലികോപ്റ്ററും ഗോൾഡൻ GTR-ഉം തരുന്നുണ്ട്. പേടിക്കണ്ട കേട്ടോ, ഗണ്ണൊക്കെ നമ്മുടെ ഗൺമാൻ ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളാണ് ഇവിടുത്തെ വിന്നർ. സോ നിങ്ങൾ നിങ്ങളുടെ ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ട് എൻജോയ് ചെയ്തോളൂ. ഫ്രാങ്ക്ലിൻ ഭായ് ശരിക്കും നമുക്ക് വട്ടേതാണോ അല്ലെങ്കിൽ നാട്ടുകാർക്ക് മൊത്തം വട്ടേതാണോ? എനിക്കൊന്നും മനസ്സിലാവുള്ള ഫ്രാങ്ക്ലിൻ ഭായ്. ഷിൻചാനെ കൂടുതൽ സംസാരിക്കണം നിൽക്കണ്ട. നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ, ഇനി വല്ലതൊക്കെ പറഞ്ഞ അത് മാറും. നമുക്ക് ഇത് കിട്ടിയതായിട്ട് നമുക്ക് വീട്ടിൽ പോവാ. വാട ഷിൻചാനെ, നമ്മൾ കഷ്ടപ്പെട്ട് നേടിയ ഷിൻചാനെ. നമ്മൾ തോറ്റുപോയില്ല, നമ്മൾ തോക്കാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കാരണം എന്നാലാണ് നമുക്ക് ഇതേപോലത്തെ കിണ്ണം കാഴ്ച വീഡിയോസ് ഒക്കെ ഇനി നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഓക്കെ ഗായ്സ്, ബൈ. ഫ്രാങ്ക്ലിൻ ഭായ് ഞാനും വന്നി.